സാമ്പിളിംഗ് എന്ന് വെച്ചാൽ an example 1 cup of tea checking sugar level small portion your taste. നമ്മൾ ചായ ഇടുമ്പോഴത്തേക്ക് ഷുഗർ ലെവൽ നോക്കാൻ വേണ്ടി കുറച്ച് പോർഷൻ എടുക്കില്ലേ, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സെലക്ടിങ് സാമ്പിൾ പോർഷൻ പോപ്പുലേഷൻ. അപ്പോൾ അതിൽ നിന്ന് സ്മാൾ പോർഷൻ പോപ്പുലേഷൻ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് സാമ്പിളിംഗ്. അതിന് ആയിട്ട് മെയിനായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വെച്ചാൽ അത് റാൻഡം സെലക്ഷൻ, അതായത് സഡനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിൽ 100 എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാനിങ് ഇല്ലാണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ലേ, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ്. അതായത് സഡനായിട്ട് ചോദിക്കുന്നത്, നമ്മളൊരു പ്ലാനിങ് ഇല്ലാണ്ട് ചോദിക്കുന്നത്. അതിലായിട്ട് അടുത്ത് ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ടീച്ചർ വാണ്ട് ടു സെലക്ട് ക്ലാസ് ലീഡർ 100 സ്റ്റുഡൻറ്റ് സെലക്ടിങ് 1 or 2 സ്റ്റുഡൻസ്. നമ്മൾ ലക്കി ഡ്രോ ഒക്കെ എടുത്തിട്ട് ലീഡേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യില്ലേ, അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അതെന്താണ്, ഡിവൈഡഡ് സബ് ഗ്രൂപ്പ്. നമ്മളിപ്പം ഈ ക്ലാസ്സിലൊക്കെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കില്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ ആയിട്ട് എക്കണോമിക്കായിട്ടും റിലീജിയനായിട്ടും പോവർട്ടി, അതൊക്കെ ഒരു നമ്മൾ ഗ്രൂപ്പ് വൈസ് തിരിക്കുന്നതിനാണ് സ്റ്റാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 100 പേരെടുത്താൽ അതിലെന്ത് ചെയ്യുക, 10 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 10 ആൾക്കാർ, അതായത് 10th ആൾക്കാർ, 20th ആൾക്കാർ, അങ്ങനെ. അടുത്ത ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ